ഇന്ന് നിങ്ങളെ കൊണ്ട് പ്രാക്ടിക്കൽ ഡിസിഷൻ നടത്തിക്കാൻ പോകുന്നത്. ക്ലാസ് നമ്മൾ ഇന്ന് തീരുമാനം എടുക്കും കേട്ടോ, പിന്നെയല്ല. ടു വേ മാർക്കറ്റ് ശ്രദ്ധിച്ചു കേട്ടോളൂ സുഹൃത്തുക്കളെ. എന്താണ് ഈ ടു വേ മാർക്കറ്റ്? എന്താണ് ഇതിന്റെ കോൺസെപ്റ്റ്? സങ്കല്പിക്കും, എന്റെ കയ്യിൽ ഒരു ചാക്ക് നിറയെ മാങ്ങയുണ്ട്. തനി നാടൻ ഉദാഹരണമാണ്. ഒരു ചാക്ക് നിറയെ മാങ്ങ എൻ്റെ കയ്യിൽ. ഒരാഴ്ച കഴിഞ്ഞ് വരുന്ന ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ ആയിട്ട് ഞാൻ അച്ചാറിടാൻ പ്ലാൻ ചെയ്തേക്കാണ് ഈ മാങ്ങ കൊണ്ട്. നിങ്ങളൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്, അയൽവാസികളാണ്, ഫാമിലി ഫ്രണ്ട്സ് ആണ്, നല്ല സുഹൃത്തുക്കൾ, ആത്മബന്ധമുള്ളവര്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, അടുത്ത ആഴ്ച അച്ചാറിടണം, വൈകുന്നേരം ഒന്ന് വരണം കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് ചർച്ചയൊക്കെ ചെയ്ത് ഒരു ചായ കുടിച്ച് മാങ്ങ മുറിച്ച് അച്ചാറിടാം. നല്ല അയൽവാസികളായ, കാലങ്ങളായി പരിചയമുള്ള നിങ്ങളെല്ലാവരും സമ്മതിച്ചു. ഓക്കെ, തീരുമാനിച്ചു. നിങ്ങൾ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോ വീടിനടുത്തുള്ള മറ്റൊരു സുഹൃത്ത് നിങ്ങളെ കണ്ടു പറയാണ്, നാളെ മാങ്ങയുടെ വില നേർപകുതിയാകും. ആള് പച്ചക്കറികളും പഴങ്ങളും മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്ന, വർഷങ്ങളോളം പരിചയമുള്ള, മേഖലയെക്കുറിച്ച് 100% അറിവുള്ള വ്യക്തി. ആള് പറയാണ്, മാങ്ങയുടെ വില നേർപകുതിയാകും നാളെ. എത്ര? ഇന്ന് 1 കിലോ മാങ്ങയ്ക്ക് 200 രൂപയാണ്, നാളെ അത് 100 രൂപയാകും. ഉറപ്പ്. കാരണം കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ട്രക്ക് കണക്കിന് മാങ്ങ വരുന്നുണ്ട്. മാർക്കറ്റിൽ എത്തുന്നതോടുകൂടി നേർപകുതി വിലയാകും. നിങ്ങളുടെ മനസ്സിൽ കൃത്യമായ ഒരു ആശയം വന്നു, കൊള്ളാമല്ലോ. നാളെ മാങ്ങയുടെ വില നേർപകുതിയാകും. നിങ്ങളുടെ സുഹൃത്തായ എൻ്റെ കയ്യിൽ ഒരു ചാക്ക് നിറയെ മാങ്ങയുണ്ട്. നിങ്ങൾ മാങ്ങ കടം മേടിച്ചു, നാളെ തരാമെന്ന് പറഞ്ഞു. എനിക്കെന്താ കുഴപ്പം? നല്ല സുഹൃത്തുക്കളായ നിങ്ങൾക്ക് ഞാൻ എൻ്റെ കയ്യിലുള്ള മാങ്ങ മുഴുവൻ തന്നു. നിങ്ങൾ മാങ്ങ ഇന്ന് തന്നെ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ടു. 1 കിലോ മാങ്ങയ്ക്ക് 200 രൂപ കൈ കിട്ടി. നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ മാങ്ങയില്ല, 200 രൂപയുള്ളൂ. ഏത് മാങ്ങയില്ല, ഇപ്പോൾ 200 രൂപയെ കയ്യിലുള്ളൂ. നാളെ നേരം വെളുത്തപ്പോഴേക്ക് ട്രക്ക് കണക്കിന് മാങ്ങ വന്നു. മാങ്ങയുടെ വില നേർപകുതിയായി. നിങ്ങളുടെ കയ്യിലുള്ള 200-ൽ നിന്ന് 100 രൂപ നിങ്ങൾ ചെലവാക്കി മാങ്ങ വാങ്ങി. എനിക്ക് തിരിച്ചു തന്നു. എനിക്ക് കിട്ടിയതോ പുതിയ ഫ്രഷ് മാംഗോസ്. എന്നെ സംബന്ധിച്ച് സന്തോഷം, കൊള്ളാമല്ലോ, നല്ല വാങ്ങിയാണ് കിട്ടിയത്. നിങ്ങളെ സംബന്ധിച്ചോ, ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷം കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാര്യം എന്താ? മാങ്ങ വിറ്റപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് 200, മാങ്ങ വാങ്ങാൻ ചെന്നപ്പോൾ ചെലവായത് 100, ബാക്കി 100 നിങ്ങളുടെ ലാഭം നിങ്ങളുടെ പോക്കറ്റിലേക്ക്. കയ്യിലൊന്നുമില്ലാതിരുന്നു നിങ്ങൾ ആദ്യം വിറ്റുകൊണ്ട് കച്ചവടം തുടങ്ങി. വാങ്ങുകയല്ല ചെയ്തത്. വില താഴത്തേക്ക് പോകുമെന്ന് അറിവേ ഉണ്ടായിരുന്നുള്ളൂ. എന്താ സുഹൃത്തുക്കളെ, നിങ്ങൾ എന്ത് കച്ചവടം ചെയ്തോളൂ ഭാവിയിൽ. നിങ്ങൾ ചെയ്യുന്ന കച്ചവടം എന്തെന്നോ, നിങ്ങൾ ഏത് മേഖലയിലേക്ക് ഭാവിയിൽ ഇറങ്ങാൻ പോകുന്നു, ഇത് സബ്ജക്റ്റ് ആകുന്നില്ല. പിന്നെ എന്താ സബ്ജക്റ്റ്? ലാഭകരമായ കച്ചവടം അവസാനിക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? നിങ്ങൾ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഏത് മേഖലയിൽ ഇറങ്ങിയാലും ആ വസ്തുവിന്റെ വില മുകളിലേക്ക് പോകുമോ താഴത്തേക്ക് പോകുമോ എന്ന് 100% കൃത്യമായി കണ്ടെത്തണം. എങ്ങനെ ഒരു വസ്തുവിന്റെ വില മുകളിലേക്ക് പോകുമോ താഴത്തേക്ക് പോകുമോ എന്ന് കൃത്യമായി 100% കൃത്യമായി കണ്ടെത്തുക. സുഹൃത്തുക്കളെ, ഈ ടു വേ മാർക്കറ്റ് എന്ന കൺസെപ്റ്റ് പറഞ്ഞു കേൾക്കുന്ന കഥ കേൾക്കാൻ വേണ്ടിയല്ല. തീരുമാനമെടുക്കുക, ആ പ്രോസസ്സിലേക്ക് നിങ്ങൾ എത്തിക്കുക. അതിന്റെ പഠനം ഇപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. ഇപ്പോൾ തന്നെ തീരുമാനമാകും, ഇപ്പോൾ തന്നെ നിങ്ങൾ റിസൾട്ട് ഉണ്ടാക്കുകയും ചെയ്യും. ചുരുങ്ങിയ സമയം മതി. സുഹൃത്തുക്കളെ, പഠനത്തിനെ തരം തിരിച്ചിരിക്കുന്ന 2 ഭാഗമായിട്ടാണ്. നോട്ട്സ് കുറിക്കുന്ന ശീലമുള്ളവർ ഒന്ന് കുറിക്കുക കേട്ടോ. അത്ര നന്നായി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ടെങ്കിലും കുറിച്ച് വെക്കുക. ഞാൻ നിങ്ങൾക്ക് നോട്ട്സ് അയച്ചു തരും. പക്ഷെ അതിൽ സ്റ്റിൽ എന്താ പറയാ, അത് തയ്യാറാക്കിയ ആളുടെ കാഴ്ചപ്പാടിലുള്ള ബുള്ളറ്റ് പോയിന്റ്സ് ആണ്. നിങ്ങൾക്കത് കേൾക്കുമ്പോൾ ഉചിതമാകണമെന്നില്ല. സുഹൃത്തുക്കളെ, നോട്ട്സ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്നതിന്റെ നമ്പർ സേവ് ചെയ്ത് വെക്കുക. അതിൽ വാട്സപ്പും ഉണ്ട്, ടെലിഗ്രാമും ഉണ്ട്. ഏതെങ്കിലും ഒരെണ്ണത്തിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക. അയക്കേണ്ട മെസ്സേജ് നിങ്ങളുടെ പേരും സ്ഥലവുമാണ് കേട്ടോ. ഒരേ പേരിൽ പല ആളുകളുടെ സേവ് ചെയ്യപ്പെട്ടതുകൊണ്ട് കൺഫ്യൂസ് പെടാതിരിക്കാൻ വേണ്ടിയാണ് പേരും സ്ഥലവും മെസ്സേജ് അയക്കാൻ പറയുന്നത്. നിങ്ങളുടെ പേരും നിങ്ങളുടെ സ്ഥലവും മെസ്സേജ് അയച്ചു കഴിയുമ്പോൾ ഞാനിത് സേവ് ചെയ്യുകയും നിങ്ങൾ ഓരോരുത്തർക്കും നോട്ട്സ് അയച്ചു തരികയും ചെയ്യും. സുഹൃത്തുക്കളെ, സ്വന്തമായി കുറിച്ചെടുക്കുന്ന ബുള്ളറ്റ് നോട്ട്സ് ഉണ്ടാകും നല്ലത്. അതുകൂടാതെ അഡീഷണലി ഉള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്ന നോട്ട്സിനെ കുറിച്ച് പറഞ്ഞത്. സുഹൃത്തുക്കളെ, അപ്പോൾ ടു വേ മാർക്കറ്റ് എന്ന ഈ ആശയത്തെ നമുക്ക് എന്താ പറയാ, ബ്രേക്ക് ഡൗൺ ചെയ്ത് എങ്ങനെ ഒരു വസ്തു മുകളിലേക്ക് പോകും അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ വില താഴേക്ക് പോകും എന്ന് കണ്ടെത്താൻ പറ്റും. ഏത് കച്ചവടത്തിലും 2 റിസൾട്ട്, ഒന്നുകിൽ ലാഭം അല്ലെങ്കിൽ നഷ്ടം.
സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസിനസ് മേഖല ഏത്? സ്റ്റോക്സ് ആണോ, കമ്മോഡിറ്റി ആണോ, മാനുഫാക്ചറിംഗ് ആണോ, എക്സ്പോർട്ട് ഇമ്പോർട്ട് ആണോ, അതോ മല്ലിപ്പൊടി കച്ചവടം നടത്തുന്ന ആള് ഇപ്പൊ ബ്രാൻഡ് ചെയ്യാൻ പോവുകയാണോ? ഇതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. എന്റെ സബ്ജക്റ്റ് അല്ല. എന്റെ ഒരേ ഒരു സബ്ജക്റ്റേ ഉള്ളൂ. നിങ്ങൾ ഭാവിയിൽ ഏത് കച്ചവടം തിരഞ്ഞെടുത്താലും അതിന്റെ വില മുകളിലേക്ക് പോകുമോ താഴത്തേക്ക് പോകുമോ എന്ന് മുൻകൂട്ടി കണ്ടെത്തുന്നത് എങ്ങനെയെന്ന് കൃത്യമായി കഴിയുക, തീരുമാനമെടുപ്പിക്കുക. ഇന്ന് ക്ലാസ്സിൽ പൂർണ്ണമായും ഉപയോഗിക്കാൻ പോകുന്ന ഉദാഹരണം ഗോൾഡിന്റെ വിലയെ സംബന്ധിച്ചാണ്. ഗോൾഡ് നിങ്ങൾ വാങ്ങണമെന്നോ, ഗോൾഡ് നിങ്ങൾ കച്ചവടം ചെയ്യണമെന്നോ, ഗോൾഡ് എനിക്ക് ഇഷ്ടമാണോ, ഇതൊന്നുമല്ല കാര്യം. സർവകാല റെക്കോർഡ് പ്രൈസിലല്ലേ ഇന്നത്തെ സർവകാല റെക്കോർഡാണ്. ഇത് പുതിയ റെക്കോർഡ് ബ്രേക്ക് ചെയ്തു. അപ്പോഴോ ലോകത്ത് അങ്ങോളം ഇങ്ങോളം ചർച്ചയുണ്ട്, മാധ്യമങ്ങളിലുണ്ട്, പല സോഴ്സിൽ നമുക്ക് ഇൻഫർമേഷൻ കിട്ടും. പഠനം വിധേയമാക്കാൻ നല്ല എളുപ്പമാണ്. നിങ്ങൾ ഗോൾഡിന്റെ വരുന്ന കാലത്ത് നാളെ ഗോൾഡിന്റെ വില എങ്ങോട്ട് പോകും, മറ്റന്നാൾ എങ്ങോട്ട് പോകും, ഇങ്ങനെ കൃത്യമായി 100% കണ്ടെത്താൻ പറ്റിയ ഗോൾഡ് മാറ്റി ഭൂമി കച്ചവടം ചെയ്യുന്നവർ ഭൂമിയാകൂടെ, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ അത് വരും. നിങ്ങൾ എക്സ്പോർട്ട് ഇമ്പോർട്ട് അതിലേക്ക് പോകും. ആ പ്രൊഡക്റ്റോ സർവീസോ മാറ്റി തീരുമാനം എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ആശയം കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ആദ്യം പറഞ്ഞു തരാൻ പോകുന്ന ഇത് പഠന വിധേയമാക്കാൻ ഉപയോഗിക്കുന്ന 2 പഠന ശാഖകളാണ്. ഒന്ന് ഫണ്ടമെന്റൽ അനാലിസിസ് എന്നും മറ്റൊന്ന് ടെക്നിക്കൽ അനാലിസിസ് എന്നും. നോട്ട്സ് കുറിക്കുന്നവർ ഒന്ന് കുറിക്കൂ. ഒന്നിനെ ഫണ്ടമെന്റൽ അനാലിസിസ് എന്നും മറ്റൊന്ന് ടെക്നിക്കൽ അനാലിസിസ് എന്നും. അപ്പൊ നിങ്ങൾ വിചാരിക്കും, അമ്പമ്പോ ഫണ്ടമെന്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസും ഇതൊന്നും കേട്ടിട്ട് പോലുമില്ല, ഞാനൊരു സാധാരണക്കാരനാണ്, എനിക്കിത് മനസ്സിലാവുമോ? സുഹൃത്തുക്കളെ, നിങ്ങളും സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങളാണിത്. ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് കേൾക്കുമ്പോൾ, ടെക്നിക്കൽ അനാലിസിസ് എന്ന് കേൾക്കുമ്പോൾ പേര് കൊണ്ട് നിങ്ങൾക്കൊരു ഭയമുണ്ടാകും. ഞാൻ നിങ്ങൾക്കത് തനി നാടൻ രൂപത്തിലേക്ക് ആക്കി തരുമ്പോൾ ഒരു ഭയം ഉണ്ടാവില്ല. ആദ്യം അതിനു മുമ്പ് ഡെഫിനിഷൻ ഒന്ന് കേട്ടോളൂ. അതിൽ കുറിച്ചെടുക്കുന്നവർ കുറിച്ചെടുക്കുക. ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ അനലൈസിങ് ദ മാർക്കറ്റ് ബേസ്ഡ് ഓൺ സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക്കൽ റീസണിങ്. Analyzing the market based on social, political and economical reasoning. സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായി നമ്മളുടെ ചുറ്റുവട്ടം നടക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ കച്ചവടത്തിനെ, ട്രേഡിംഗ് ഇൻഡസ്ട്രിയെ, മാനുഫാക്ചറിങ് ആവാം, അതുമല്ല എങ്കിൽ സ്വന്തം ജീവിതത്തിലെ ദൈനംദിന ചെലവുകളെ ബാധിക്കുന്നത് എങ്ങനെ എന്ന് മുൻകൂട്ടി കണ്ടെത്തുന്ന സംവിധാനം. അത് പിന്നീടല്ല, മുൻകൂട്ടി കണ്ടെത്തുന്ന പഠന ശാഖയാണ് ഫണ്ടമെന്റൽ അനാലിസിസ്. അനലൈസിങ് ദ മാർക്കറ്റ് ബേസ്ഡ് ഓൺ സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക്. സാമൂഹികം, രാഷ്ട്രീയം, സാമ്പത്തികം. അങ്ങനെ 3ആയി ബ്രോഡറായിട്ട് വിഭജിച്ച് ഈ 3 മേഖലകൾ നമ്മളെ ബാധിക്കുന്ന, അതിനെക്കുറിച്ച് മുൻകൂട്ടി കണ്ടെത്തുന്ന പഠനശാല. അപ്പൊ നിങ്ങൾ വിചാരിക്കും, സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായി ഞാൻ കണ്ടെത്തണമോ? എനിക്കിതൊന്നും അറിയില്ല, ഞാൻ സയൻസ് മാത്രം പഠിച്ച ആളാണ്, കൊമേഴ്സ് യാതൊരു ബന്ധവുമില്ല, എനിക്ക് പറ്റുമോ? നിങ്ങൾ സാധാരണ ചെയ്യുന്ന കാര്യമാണത്രേ. ഇതിനപ്പുറമൊന്നുമില്ല. ടെക്നിക്കൽ അനാലിസിസിന്റെ കൂടി ഡെഫിനിഷൻ പറഞ്ഞിട്ടാകാം ബാക്കി കാര്യം. അനലൈസിങ് ദ മാർക്കറ്റ് ബേസ്ഡ് ഓൺ ഹിസ്റ്ററി ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് പ്രൈസ്. അനലൈസിങ് ദ മാർക്കറ്റ് ബേസ്ഡ് ഓൺ ഹിസ്റ്ററി ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് പ്രൈസ്. മുൻകാലത്ത് ഒരു വസ്തുവിന്റെ വിലയിലുണ്ടായ ഏറ്റക്കുറച്ചിലുകൾ, അതിനെ അടിസ്ഥാനമാക്കി വരാൻ പോകുന്ന കാലത്ത് ഒരു വസ്തുവിന്റെ വില എന്തായിരിക്കും. ഇത് കഴിഞ്ഞ കാലത്ത് ഒരു വസ്തുവിന്റെ വിലയിലുണ്ടായ മാറ്റങ്ങൾ വരാൻ പോകുന്ന കാലത്ത് ഒരു വസ്തുവിന്റെ വിലയിൽ എന്തു മാറ്റം ഉണ്ടാക്കുമെന്ന് മുൻകൂട്ടി കണ്ടെത്തുന്ന രീതിയാണ് ടെക്നിക്കൽ അനാലിസിസ്. ഇത് രണ്ടിനെയും നിങ്ങൾ ഓർത്തു വിഷമിക്കേണ്ട, എളുപ്പത്തിൽ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി തനി നാടൻ ഉദാഹരണത്തിലേക്ക് പിന്നെയും വരികയാണ്. ശ്രദ്ധിച്ചു കേട്ടോളൂ, ഞാനൊരു പ്രവചനം നടത്താൻ പോവാണ്. കഴിഞ്ഞതിനെ കുറിച്ചല്ല കേട്ടോ. പ്രവചനം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അറിയാലോ, വരാൻ പോകുന്നതിനെ കുറിച്ചാണ്. പബ്ലിക്കായിട്ടാ പറയുന്നത്. ഇനി നടക്കാതിരുന്നപ്പോൾ മോശമാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ചേ പറയുള്ളൂ. ഉറപ്പുള്ള കാര്യമാണ് പറയുന്നത്, ശ്രദ്ധിച്ചോളൂ സുഹൃത്തുക്കളെ. വരുന്ന ഓണക്കാലത്ത് നേന്ത്രക്കായുടെ വില വർദ്ധിക്കും. ഇതാണ് എന്റെ ഫോർകാസ്റ്റ്. എങ്ങനെ? വരുന്ന ഓണക്കാലത്ത് നേന്ത്രക്കായുടെ വില വർദ്ധിക്കുമെന്ന് ഞാൻ ഇപ്പോഴേ ഫോർകാസ്റ്റ് ചെയ്യാണ്. കുറെ കാലമുണ്ട്, മാസങ്ങളോളം, ഒരു വർഷത്തിനടുത്ത് കഴിയുമ്പോഴേ അടുത്ത ഓണം വരുള്ളൂ. അപ്പോഴേക്ക് നേന്ത്രക്കായുടെ വില വർദ്ധിക്കുമെന്ന് ഇപ്പോഴേ ഫോർകാസ്റ്റ് ചെയ്തു. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഇതൊരു ഫോർകാസ്റ്റ് ആണോ? ആളെ കളിയാക്കല്ലേ, ഇത് ഞങ്ങൾക്കൊക്കെ അറിയില്ലേ? ഏത് മലയാളിക്ക് അറിയാത്തത്? മലയാളികൾക്കൊക്കെ അറിയാം ഓണത്തിന് നേന്ത്രക്കായുടെ വില കൂടുമെന്ന്. ശരിയാണ്,
മലയാളികൾക്കല്ലേ അറിയുള്ളൂ? എല്ലാവർക്കും അറിയോ? ഇല്ലല്ലോ. യൂറോപ്പിലുള്ള കാർഷിക മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റർ ഞാൻ കണ്ടെത്തി. ആളോട് ഞാൻ കേരളം എന്നൊരു പ്രദേശമുണ്ടെന്നും ഓണം എന്ന് പറയുന്ന സാമൂഹിക ഉത്സവം, സോഷ്യൽ ഫെസ്റ്റിവൽ ആണത്, സോഷ്യൽ റീസൺ ആണ്, അങ്ങനെ ഒരു ആഘോഷമുണ്ടെന്നും ഈ ആഘോഷത്തോടനുബന്ധിച്ച് നേന്ത്രക്കായ വാങ്ങിക്കൂട്ടുകയും വ്യത്യസ്തമായ വിഭവങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതുകൊണ്ട് എല്ലാ വർഷവും ഓണക്കാലത്ത് നേന്ത്രക്കായുടെ വില കൂടുമെന്നും ഓണത്തിന് ഒരു മാസം മുൻപ് ലോകത്തിലെ വ്യത്യസ്തമായ രാജ്യങ്ങളിൽ എവിടെയാണോ നേന്ത്രക്കായ ഉള്ളത് വിലക്കുറവിൽ വാങ്ങിയിട്ട് വാല്യൂ ആഡഡ് ഉൽപ്പന്നങ്ങളായി ചിപ്സും മറ്റു ഉൽപ്പന്നങ്ങളൊക്കെ ആയി മാർക്കറ്റിൽ വിറ്റാൽ 1.5 മാസ സമയം കൊണ്ട് ഒരു 8% ലാഭം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ശാസ്ത്രീയമായി മുൻകാലങ്ങളിൽ നടന്ന സംഭവ വികാസങ്ങളെ അടിസ്ഥാനമാക്കി പഠനവിധേയമാക്കി ഒരു പ്രസന്റേഷൻ നടത്തി ഞാൻ കച്ചവട രൂപത്തിന് ഉപയോഗിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചാൽ യൂറോപ്യൻ ഇൻവെസ്റ്റർ എടുത്തു ചാടും. കാരണം ശാസ്ത്രീയമാണ്, നടന്ന കാര്യമാണ്, വസ്തുതയാണ്, ഇനിയും സംഭവിക്കും എന്നുള്ളതാണ്. ഓണത്തിന് നേന്ത്രക്കായുടെ വില വർദ്ധിക്കുന്നത് ഫണ്ടമെന്റൽ അനാലിസിസ് ആണെന്ന്. അപ്പൊ ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താ കാര്യം? ഇപ്പോ നമ്മളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണത്, ഒരു മാറ്റവും ഇല്ല. പിന്നെ എന്താണ് മാറ്റം? കച്ചവട ആവശ്യത്തിനായി പഠനവിധേയമാക്കി ഉപയോഗിക്കുന്ന സംവിധാനത്തെയാണ് ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. അല്ലാതെ ഫണ്ടമെന്റൽ അനാലിസിസോ ഞങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുമോ? ചില ആൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ പോകുന്ന പഠിക്കാൻ പറയും ഫണ്ടമെന്റൽ അനാലിസിസ് പഠിക്കണം. ഹമ്പോ ഫണ്ടമെന്റൽ അനാലിസിസോ എനിക്കറിയില്ല എന്ന്. നിങ്ങൾക്കറിയാം സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് 100% അറിയാവുന്ന കാര്യമാണത്. പക്ഷെ അതിനെ ചിട്ടയായ രീതിയിലുള്ള പഠനമായി നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകണം. എന്താ ഇപ്പോൾ ടെക്നിക്കൽ അനാലിസിസ്? അനലൈസിങ് ദ മാർക്കറ്റ് ബേസ്ഡ് ഓൺ ഹിസ്റ്ററി ഓഫ് ഫ്ലക്ച്വേഷൻ. മുൻകാലത്ത് നടന്നുപോയ സംഭവ വികാസങ്ങളെ അടിസ്ഥാനമാക്കി വരുന്ന കാലത്ത് ഒരു വസ്തുവിന്റെ വില എന്തായിരിക്കുമെന്ന് കണ്ടെത്തുന്ന രീതി. കഴിഞ്ഞ കാലത്ത് നടന്നത്. അപ്പൊ ഞാനിപ്പോ ഇതേ ഓണത്തിനെ കുറിച്ച് ടെക്നിക്കൽ അനാലിസിസ് പറയാം. അപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിൽ കമ്പയർ ചെയ്യാൻ പറ്റും. ഓണത്തിന് വരുന്ന വർഷം എന്തായിരിക്കും വില എന്ന് കണ്ടെത്താൻ വേണ്ടി ടെക്നിക്കൽ അനാലിസിസ്, ഹിസ്റ്ററി പഠിക്കണമല്ലോ. കഴിഞ്ഞ കാലങ്ങളിൽ എന്ത് സംഭവിച്ചു എന്ന്. സുഹൃത്തുക്കളെ, കഴിഞ്ഞ 10 വർഷത്തില് നേന്ത്രക്കായുടെ വിലയെക്കുറിച്ച് പഠനം നടത്താൻ പോവാണ്. കഴിഞ്ഞ 10 വർഷത്തിൽ എന്ത് സംഭവിച്ചു? 10 വർഷം മുമ്പ് നേന്ത്രക്കായ്ക്ക് എത്ര വില? ഞാൻ കുറിക്കുന്നു. അതേ വർഷം ഓണത്തിന് എന്താണ് വില? ഞാൻ കുറിക്കുന്നു. 9 വർഷം മുമ്പ് നേന്ത്രക്കായ്ക്ക് എത്രയാണ് വില? ഞാൻ കുറിക്കുന്നു. അതേ വർഷം ഓണത്തിന് നേന്ത്രക്കായ്ക്ക് എത്ര വില? അത് ഞാൻ കുറിക്കുന്നു. 8 വർഷം മുമ്പ് നേന്ത്രക്കായ്ക്ക് എത്ര വില? അങ്ങനെ കഴിഞ്ഞ 10 വർഷത്തിൽ ഓരോ വർഷത്തിലും നേന്ത്രക്കായ്ക്ക് എന്ത് വിലമാറ്റമുണ്ടായി, ഓരോ വർഷവും ഓണത്തിന് എത്ര വില വർധനവുണ്ടായി കൃത്യമായി പഠിച്ചപ്പോ എനിക്കൊരു കണക്ക് കിട്ടി. ആ കണക്കില് വർഷാവർഷം 3% വർധനവ്. അതുകൂടാതെ ഓണത്തോടനുബന്ധിച്ച് പിന്നെയും ഒരു 3% വർധനവ്. അങ്ങനെ എനിക്ക് കിട്ടിയ കണക്ക് 6% വർഷാവർഷം നേന്ത്രക്കായുടെ വില വർദ്ധിക്കുമെന്നാണെങ്കിൽ വരാൻ പോകുന്ന വർഷത്തിൽ ഓണക്കാലത്ത് നേന്ത്രക്കായ്ക്ക് എന്ത് വിലയായിരിക്കുമെന്ന് ഇപ്പോഴേ എനിക്ക് കണ്ടെത്താൻ പറ്റും. അതാണ് കാര്യം. വരാൻ പോകുന്ന കാലത്ത് ഒരു വസ്തുവിന്റെ വില എന്തായിരിക്കുമെന്ന് മുൻകൂട്ടി കണ്ടെത്തുന്ന സംവിധാനം, അത് ടെക്നിക്കൽ അനാലിസിസ് എന്ന് വിളിക്കുന്നു. അതെന്താ? ചരിത്രത്തെ കുറിച്ച് പഠിച്ചുകൊണ്ട്. എന്ന് പറഞ്ഞാൽ ഗോൾഡിന്റെ ഉദാഹരണം എടുത്താൽ ഗോൾഡിന്റെ വില ഇന്നലെ എത്രയായിരുന്നു? മിനിഞ്ഞാന്ന് എത്രയായിരുന്നു? അതിന്റെ തലേദിവസം എത്രയായിരുന്നു? അതുകൊണ്ട് നാളെ എത്രയായിരിക്കും? അല്ലെങ്കിൽ മറ്റന്നാൾ എത്രയായിരിക്കും? അങ്ങനെ ഇപ്പൊ കഴിഞ്ഞതിനെ കുറിച്ച് കമ്പയർ ചെയ്യുന്നു. ഇപ്പൊ സുഹൃത്തുക്കളെ, ഈ ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ കച്ചവടത്തിന് മാത്രമാണോ? അല്ല. എന്നെയും നിങ്ങളെയും ദൈനംദിന ജീവിതത്തിൽ ഒരു കച്ചവടത്തിൽ പോകാത്തവർക്കെയും നേരിട്ട് ബാധിക്കുന്നു. അതിന് പ്രകടമായ ഉദാഹരണം ബുധനാഴ്ച. ഇന്ന് തിങ്കളാഴ്ചയാണല്ലോ. ഈ ബുധനാഴ്ച നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ, എന്റെയും ജീവിതത്തിൽ നേരിട്ട് ബാധിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സാധ്യതയല്ല കേട്ടോ പറഞ്ഞത്. സാധ്യത എന്ന വാക്ക് നമുക്ക് വേണ്ട. പകരം ഉറപ്പുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രം പറയാം. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് വ്യത്യസ്തമായ ലോക വാർത്തകളെ കുറിച്ച് വരുന്ന ഒരു ലിങ്കാണ്. 8-ാം തീയതി, ഇന്ന് 6-ാം തീയതി ആണല്ലോ. 8-ാം തീയതി ബുധനാഴ്ച അമേരിക്കയിൽ നിന്ന് ഒരു വാർത്ത വരും. അമേരിക്കയിൽ നിന്ന് വാർത്ത വരുന്നത് ഞാൻ ഈ കൊച്ചു കേരളത്തിലുള്ള ആൾക്ക് എന്താ പ്രശ്നമുണ്ട്. വാർത്ത വരുന്ന സമയം ഇന്ത്യൻ സമയം രാത്രി 8 മണിക്ക്. എന്താ വാർത്ത? ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച്. അമേരിക്കയിൽ ക്രൂഡ് ഓയിലിന്റെ സ്റ്റോറേജ് കൂടുതലുണ്ടോ കുറവുണ്ടോ എന്ന കണക്കാണ് പുറത്തു വരുന്നത്.
അപ്പൊ നിങ്ങൾ വിചാരിക്കും അമേരിക്കയിലെ ക്രൂഡ് ഓയിൽ കൂടുതലായി നമുക്കെന്താ പ്രശ്നമുണ്ട്? അമേരിക്കയിൽ ക്രൂഡ് ഓയിലിന്റെ സ്റ്റോറേജ് കുറവാണ്, ഷോർട്ടേജ് ആണ് എങ്കിൽ അമേരിക്കൻ കമ്പനികൾ ലോകത്തിന് നാനാഭാഗത്തുനിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങാനുള്ള ഓർഡർ പ്ലേസ് ചെയ്യുന്നു. അതിന്റെ ഭാഗമായി ക്രൂഡ് ഓയിലിന്റെ വില കുത്തനെ കൂടുന്നു. ക്രൂഡ് ഓയിലിന്റെ വില കൂടിയാൽ ലോകത്ത് അങ്ങോളം ഇങ്ങോളം അത് നേരിട്ട് ബാധിക്കുന്നു. നമ്മളുടെ കൊച്ചു കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിലുള്ള ചെറിയ ചെറിയ പെട്രോൾ പമ്പിൽ നിങ്ങൾ പോയി നോക്കിക്കോളൂ. പിറ്റേ ദിവസം പെട്രോളിന്റെ വില കുത്തനെ കൂടിയിരിക്കും. നിങ്ങൾ ഒരു ചെറിയൊരു അസൈൻമെന്റ് നിലയിൽ ബുധനാഴ്ച വൈകുന്നേരം ഒരു 6:30-7 മണിയാകുമ്പോൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ഒരു പമ്പിൽ പോയി ഒരു ഫോട്ടോ എടുക്കുക. അന്നത്തെ വിലയിൽ നിന്ന് വ്യാഴാഴ്ച രാവിലെ ഒരു 9 മണി 10 മണിയാകുമ്പോൾ അതേ പമ്പിൽ പോയി ഒന്നുകൂടി ഫോട്ടോ എടുക്കുക. എന്താണ് അന്നത്തെ ഡീസൽ പെട്രോൾ വില എന്ന് നിങ്ങൾക്ക് കാണാം, എന്താണ് മാറ്റമെന്ന്. സുഹൃത്തുക്കളെ, അമേരിക്കയിൽ നടന്ന സംഭവമല്ലേ നമ്മൾ കൊച്ചു കേരളത്തിൽ ബാധിക്കുമെന്ന് സംശയമില്ലാതെ നിങ്ങൾ കുറിച്ചെടുത്തോളൂ. ഈ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും തമ്മിലുള്ള മാറ്റത്തിൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ നോക്കിക്കോളൂ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ പെട്രോൾ വണ്ടി ഉപയോഗിക്കുന്നില്ല, ഡീസൽ ഉപയോഗിക്കുന്നില്ല, എന്നെ ബാധിക്കില്ലല്ലോ എന്ന്. ആര് പറഞ്ഞു? നിങ്ങൾ ഒന്നും ചെയ്യണ്ട, റോട്ടിൽ കൂടി വെറുതെ നടന്നാലും ബാധിക്കും. അതെങ്ങനെയാണത്? നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടില്ലേ? ക്രൂഡ് ഓയിലിന്റെ പെട്രോൾ ഡീസൽ വില കൂടിയാൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടും. തലേ ദിവസം വരെ 100 രൂപയ്ക്ക് നിങ്ങൾ ചെലവാക്കിയിരുന്നത് 105 രൂപ ഇന്ന് ചെലവാക്കേണ്ടി വന്നാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് വീണ്ടും പൈസ ഊർന്നു പോയി എന്നാണ് അർത്ഥം. സുഹൃത്തുക്കളെ, ഇത് ഒരു മേഖലയിൽ നിന്നല്ല, ലോകത്തിലെ വ്യത്യസ്തമായ മേഖലയിൽ നിന്ന് വ്യത്യസ്തമായ വാർത്തകൾ. ഉക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങിയത് 2022 ഫെബ്രുവരി 24, 2022 അതായത് 2021 ഫെബ്രുവരി 24. എന്താ ഇപ്പൊ പ്രശ്നം പറ്റിയത്? എന്തെങ്കിലും സംഭവിച്ചു? യുദ്ധം തുടങ്ങിയത് അവിടെയാ, നമ്മളുടെ കൊച്ചു കേരളത്തില് വീട്ടമ്മമാർക്ക് കൈകൊള്ളി. അതെങ്ങനെയാണ് അവിടെ യുദ്ധം തുടങ്ങുമ്പോൾ നമ്മളുടെ കൊച്ചു കേരളത്തില് വീട്ടമ്മമാർക്ക് കൈകൊള്ളുക? വെളിച്ചെണ്ണയുടെ വില കുത്തനെ മുകളിലേക്ക്. യുക്രൈനിൽ വെളിച്ചെണ്ണ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? അല്ല. അത്രത്തോളം ബന്ധപ്പെട്ട് നിൽക്കുന്ന ലോക ക്രമത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. ലോകത്ത് എവിടെയോ എന്ത് സംഭവിക്കുന്നു പറയുമ്പോൾ നമ്മളുടെ കൊച്ചു ഗ്രാമാന്തരങ്ങളിൽ ബാധിക്കുന്ന കാലഘട്ടം. സുഹൃത്തുക്കളെ, ഈ വാർത്തകളുടെ ലിങ്കും ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും, കൃത്യമായി അയച്ചു തരും. അത് കൃത്യമായി റെഫർ ചെയ്ത് പോകണം. ഇത് മാത്രം കിട്ടിയാൽ പോരാ, അവിടെ നിങ്ങൾ കൃത്യമായി പഠിച്ചു പോകേണ്ടത് ടെക്നിക്കൽ, ഇത് ഫണ്ടമെന്റൽ ആണ് ഞാൻ പറഞ്ഞത്. ടെക്നിക്കൽ ചാർട്ട്, ഒരു ടെക്നിക്കൽ ചാർട്ടിനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മുൻപോട്ട് പോകുന്നത്. നിങ്ങൾക്ക് എന്റെ സ്ക്രീനിൽ ഒരു ചാർട്ട് കാണാം. ഈ ചാർട്ടിനെ ജാപ്പനീസ് കാൻഡിൽസ്റ്റിക്സ് ചാർട്ട് എന്നാണ് വിളിക്കുക. എന്താണ്? ജാപ്പനീസ് കാൻഡിൽസ്റ്റിക്സ് ചാർട്ട്. കാരണം ഇതിന്റെ സാങ്കേതിക വിദ്യ ജപ്പാനിൽ നിന്നാണ് പിറകിൽ ആദ്യം തുടങ്ങി വെച്ചത്, അതുകൊണ്ട് ജാപ്പനീസ് എന്ന് വിളിക്കുന്നു. ഷേപ്പും ഉണ്ട്, മെഴുകുതിരികൾ പോലെയാണ്, അതുകൊണ്ട് കാൻഡിൽസ്റ്റിക്സ് എന്ന് വിളിക്കുന്നു. ജാപ്പനീസ് കാൻഡിൽസ്റ്റിക്സ് ചാർട്ട് എന്നാണ് വിളിക്കുക. ഹിസ്റ്റോറിക്കൽ ചാർട്ടാണ്, കഴിഞ്ഞു പോയതിനെ കുറിച്ച് പഠിച്ച് വരാൻ പോകുന്നതിനെ കുറിച്ച് കണ്ടെത്തുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതെന്താണ് വായിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ലല്ലോ, ഞാനൊരു വീട്ടമ്മയാണ്, അല്ലെ ഞാനൊരു ഡോക്ടറാണ്, ഞാൻ ആകെ പഠിച്ചത് കുറെ സയൻസ് മാത്രമാണ്, ഇതൊക്കെ എന്താണ് സംഭവം എന്ന്. ഇത് വായിക്കാൻ അറിയാത്തത് കൊണ്ടല്ലേ സംശയം? അടുത്ത 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾ എല്ലാവരും ഇത് വായിക്കാൻ പഠിക്കും. പക്ഷെ വായിക്കുന്നതിന് ഒരു ശൈലിയുണ്ട്, തോന്നും പോലെ വായിക്കാൻ പാടില്ല. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ പരിചയമുള്ളവർ ഈ ചാർട്ട് കണ്ടപ്പോ ഇത് ഞങ്ങൾ എത്ര ചാർട്ട് കണ്ടേക്കുന്നു. സുഹൃത്തുക്കളെ, അക്കണ്ട ചാർട്ടും ഈ കണ്ട ചാർട്ടും തമ്മിൽ ഒരു മാറ്റമുണ്ട്. നിങ്ങളെ വായിപ്പിക്കുന്ന രീതിയാണ്. ഒരു നല്ല പുസ്തകമുണ്ട്, ഒരാൾ 1ാമത്തെ പേജ് വായിച്ചു, പിന്നെ 25ാമത്തെ പേജ് വായിച്ചു, പിന്നെ 100ാമത്തെ പേജ് വായിച്ചു, പിന്നെ 50ാമത്തെ പേജ് വായിച്ചു, പിന്നെ 2ാമത്തെ പേജ് വായിച്ചു. എന്തേലും മനസ്സിലാവും? ഒന്നും കാര്യമില്ല, ഒരു കാര്യമില്ല. വായിക്കുന്നതിന് രീതിയുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ഈ ചാർട്ട് വായിക്കുമ്പോൾ എന്തോ പോയി നോക്കല്ല ചെയ്യേണ്ടത്, അതിന്റെ കൃത്യമായ രീതിയിൽ തന്നെ പോകണം. സുഹൃത്തുക്കളെ ശ്രദ്ധിച്ചോളൂ, ഇങ്ങനെ ചാർട്ട് കിട്ടിയാൽ അത് എന്ത് പ്രോഡക്റ്റിനെ കുറിച്ചും എന്തിനെ കുറിച്ചും ആകാം. ആദ്യം വായിക്കേണ്ടത് സ്ക്രീനിന്റെ മുകളിൽ ഇടതുവശത്ത് നിങ്ങൾക്ക് എന്തിനെ കുറിച്ചുള്ള ചാർട്ട് എന്ന് കാണാം. എല്ലാ ചാർട്ടിന്റെയും ലോകത്ത് അങ്ങോളം ഇങ്ങോളമുള്ള ഗ്ലോബൽ സ്വഭാവമാണ് കേട്ടോ. സ്ക്രീനിന്റെ മുകളിൽ ഇടതുവശത്ത് എന്തിനെ കുറിച്ച്, ഇവിടെ XAUSD എന്ന് കാണാം. ഇടതുവശത്ത് മുകളിൽ ഞാൻ മൗസ് മൂവ് ചെയ്യുന്ന സ്ഥലത്ത് അത് ഗോൾഡ് വാങ്ങാൻ വേണ്ടി എത്ര ഡോളർ കൊടുക്കണമെന്ന്. ഇന്ത്യൻ രൂപയിലാണെങ്കിലോ ഗോൾഡ് VS INR എന്ന് വരും. അത് ഗോൾഡിനെ കുറിച്ചാണെങ്കിൽ എന്തിനെ കുറിച്ചും ആകാം. ഇത് ഗോൾഡ് മാറ്റി തക്കാളിയെ കുറിച്ച് പഠിക്കണോ? ആകാം. തക്കാളിയെ കുറിച്ച് പഠിക്കേണ്ടതുണ്ടോ? ഉണ്ട്. ആർക്ക്? തക്കാളി വളരെ വിപുലമായി വാങ്ങിക്കൂട്ടി വാല്യൂ ആഡഡ് ഉൽപ്പന്നങ്ങളാക്കി വിദേശത്തേക്ക് കയറ്റിയിരിക്കണം, അതെന്റെ ബിസിനസ് വിചാരിക്കാം.
തക്കാളിക്ക് ഏറ്റവും വില കുറവുള്ളപ്പോൾ എനിക്ക് വാങ്ങണം. കർഷകന് കഷ്ടകാലമാണോ, അവൻ നശിച്ചു പോകൂ, ഇതൊന്നും അപ്പൊ മനസ്സിലില്ല. ലാഭം ഉണ്ടാക്കാനുള്ള കച്ചവടത്തില് ഏറ്റവും വില കുറവിൽ കിട്ടുന്നത്. ഇവിടെ ഗോൾഡിന് പകരം ടൊമാറ്റോ എന്ന് വരും. അത്രേ മാറ്റുള്ളൂ. എന്തിനെ കുറിച്ചെന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖല ഭാവിയിൽ തിരഞ്ഞെടുക്കാം. പക്ഷെ വായിച്ചു തുടങ്ങേണ്ടത് സ്ക്രീനിന്റെ മുകളിൽ ഇടതുവശത്ത് ആയിരിക്കണം. രണ്ടാമത് വായിക്കേണ്ടത് സ്ക്രീനിന്റെ വലതുവശത്ത്. ഈ പ്രൊഡക്റ്റിന് എന്ത് വിലയാണെന്ന് എപ്പോഴും സ്ക്രീനിന്റെ വലതുവശത്താണ് കാണുക. രണ്ടാമത് വായിക്കേണ്ടത് സ്ക്രീനിന്റെ വലതുവശത്ത് എന്താണ് ഈ പ്രൊഡക്റ്റിന്റെ വില. 3, സ്ക്രീനിന്റെ താഴെ ഇത് ഏത് ഡേറ്റിൽ ഏത് സമയത്താണ് ഈ പ്രൊഡക്റ്റിന് ഇങ്ങനെ വിലയുണ്ടായത്, അത് സ്ക്രീനിന്റെ താഴെയാണ് കാണിക്കുക. 3. മൂന്നാമത് വായിക്കേണ്ടത് സ്ക്രീനിന്റെ താഴെ ഡേറ്റ് ആൻഡ് ടൈം. 4, നമ്മൾ പഠന വിധേയമാക്കിയിരിക്കുന്ന കാൻഡിൽ സ്റ്റിക്സ് ചാർട്ട് ഏത് ടൈം ഫ്രെയിമിലുള്ളതാണ്. ഏത് ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ എന്താണ്? പല ഉൽപ്പന്നങ്ങൾക്ക്, പല കച്ചവടത്തിന് നമ്മൾക്ക് പഠന വിധേയമാക്കേണ്ടത് പല ടൈം ഫ്രെയിമിലാണ്. ഉദാഹരണത്തിന് ഗോൾഡിന്റെ വിലയെക്കുറിച്ച് പഠിക്കണമെങ്കിൽ എനിക്ക് മണിക്കൂർ ബേസ് പഠിക്കാം. 1 മണിക്കൂർ മുമ്പ് സ്വർണത്തിന് എന്താണ് വില, 2 മണിക്കൂർ മുമ്പ് ഗോൾഡിന്റെ വില എത്ര, 3 മണിക്കൂർ മുമ്പ് ഗോൾഡിന്റെ വില എത്ര. അതുകൊണ്ട് വരുന്ന 1 മണിക്കൂർ കഴിയുമ്പോൾ ഗോൾഡിന് എന്ത് വിലയായിരിക്കും, 2 മണിക്കൂർ കഴിയുമ്പോൾ എന്തായിരിക്കും. മിനിറ്റ് ബേസ് പഠിക്കാം. 1 മിനിറ്റ് മുമ്പ് ഗോൾഡിന്റെ വില എത്ര, 2 മിനിറ്റ് മുമ്പ് ഗോൾഡിന്റെ വില എത്ര, അപ്പോൾ അടുത്ത 1 മിനിറ്റ് കഴിയുമ്പോൾ എത്ര. അപ്പോൾ മിനിറ്റ് ബേസ് പഠിക്കാം, 5 മിനിറ്റ് ബേസ് പഠിക്കാം, ദിവസത്തിന് അടിസ്ഥാനമാക്കി പഠിക്കാം, മാസങ്ങളായി പഠിപ്പിക്കാം. സുഹൃത്തുക്കളെ, നമ്മൾ സാധാരണക്കാർക്ക് ഏറ്റവും ശരിയായ തീരുമാനം എടുക്കാൻ പറ്റുന്നത് മണിക്കൂർ ബേസ് ഉള്ള പഠനമാണ്. അവിടെ നിങ്ങൾക്ക് മുകളിൽ കാണാം 1H എന്ന് എഴുതി വെച്ചേക്കുന്നു. 1H, 1 അവർ എന്ന് പറഞ്ഞാൽ 1 അവർ. ഓരോ മണിക്കൂർ ബേസ് ഉള്ള പഠനം. എല്ലാത്തിനും അങ്ങനെയാണോ? അല്ല. ഉദാഹരണത്തിന് ഒരാൾ ഭൂമി കച്ചവടത്തിന് പോകാന്ന് വിചാരിക്കുക. ഭൂമി കച്ചവടത്തിന് പോകുന്ന ആള് 1 മണിക്കൂർ മുമ്പ് ഭൂമിക്ക് ഇത്രയാണ് വില, 2 മണിക്കൂർ മുമ്പ് ഭൂമിക്ക് എത്രയാണ് വില, അങ്ങനെ പഠിക്കാൻ പറ്റുമോ? ഭൂമിയുടെ വില എല്ലാ മണിക്കൂറിലും മാറുമോ? ഇല്ല. അവിടെ പഠിക്കുമ്പോൾ ക്വാർട്ടർ ടു ക്വാർട്ടർ പഠിക്കേണ്ടി വരും. 3 മാസം മുമ്പ് ഭൂമിയുടെ വില എത്ര, 6 മാസം മുമ്പ് ഈ ഭൂമിയുടെ വില. കാരണം ഭൂമിയുടെ വില എപ്പോഴും മാറില്ല, മിനിറ്റിന് മാറില്ല. ഇപ്പൊ നമ്മൾ കച്ചവടത്തിന് തിരഞ്ഞെടുക്കുന്ന മേഖല ഏതോ അതിന് കണക്കാക്കി ടൈം ഫ്രെയിമിൽ കസ്റ്റമൈസേഷൻ വേണ്ടി വരും. അതില്ല എന്ന് പറയുന്നില്ല, അത് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. അത്തരം കാര്യങ്ങൾ എങ്ങനെയെന്ന് ഞാൻ പിന്നെ വരുന്നു. ഇപ്പൊ സുഹൃത്തുക്കളെ, ഇനി നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ നോക്കൂ, ഒന്നുകൂടി ഞാൻ റിവൈസ് ചെയ്യാണ്. ഒരു ചാർട്ട് കിട്ടിയാൽ ആദ്യം വായിക്കേണ്ടത് സ്ക്രീനിന്റെ മുകളിൽ ഇടതുവശത്ത് എന്തിനെ കുറിച്ചുള്ള ചാർട്ട്. രണ്ടാമത് വായിക്കേണ്ടത് സ്ക്രീനിന്റെ വലതുവശത്ത് എന്താണ് ഈ പ്രൊഡക്റ്റിന്റെ വില. മൂന്നാമത് വായിക്കേണ്ടത് സ്ക്രീനിന്റെ താഴെ ഏത് ഡേറ്റിൽ ഏത് സമയത്താണ് ഈ പ്രൈസിന് വില വന്നത്. നാലാമത് വായിക്കേണ്ടത് ഏത് ടൈം ഫ്രെയിമിലുള്ള കാൻഡിൽ സ്റ്റിക്സ് ചാർട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇത്ര ആയിക്കഴിഞ്ഞാൽ പിന്നെ പഠനവിധേയമാക്കുന്നത് സ്ക്രീനിൽ കാണുന്ന ക്യാൻഡിൽസിനെയാണ്. നിങ്ങൾ നോക്കൂ, 2 തരം ക്യാൻഡിൽസ് ഉണ്ട്, പച്ചയും ചുവപ്പും. രണ്ടർത്ഥമാണ്. പച്ച ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ആ നിശ്ചിതമായ മണിക്കൂറിൽ ആ വസ്തുവിന്റെ വില മുകളിലേക്ക് പോയി. ശ്രദ്ധിക്കുക, പച്ച ക്യാൻഡിൽ, നിങ്ങളൊരു പച്ച കണ്ടാൽ അപ്പോൾ ഒരു മണിക്കൂറാണല്ലോ, ഒരു മണിക്കൂറിനെ ആശ്രയിക്കുകയാണ്. ആ മണിക്കൂറിൽ സ്വർണത്തിന്റെ വില മുകളിലേക്ക് എത്രത്തോളം പോയി. അടുത്ത ക്യാൻഡിൽ അത് മുകളിലേക്ക്. ചുവപ്പ് കണ്ടാലോ ആ നിശ്ചിതമായ മണിക്കൂറിൽ സ്വർണത്തിന്റെ വില താഴത്തേക്ക് വന്നു എന്നാണ് അർത്ഥം. ചുവപ്പ് എന്ന് പറഞ്ഞാൽ വില താഴത്തേക്ക് വന്നു എന്നും, പച്ച കണ്ടാൽ അതിനർത്ഥം വില മുകളിലേക്ക് പോയെന്നും. ഒരു ക്യാൻഡിലിന് 2 ഭാഗമുണ്ട്. നിങ്ങൾക്ക് ഓരോ ക്യാൻഡിലിന്റെയും ഈ കട്ടി കൂടിയ വശം കൂടാതെ മുകളിലും താഴെയും ചെറിയ ലൈറ്റായിട്ട് വരകൾ കണ്ടോ? മുകളിലും താഴെയും ചെറിയ ലൈറ്റായിട്ട് തിന്ന വരകൾ, അതിനെ ഷാഡോസ് എന്നും കട്ടി കൂടിയ ഭാഗത്തിനെ ബോഡി എന്നും വിളിക്കുന്നു. ബോഡി ശരീരം, ബോഡി ഉണ്ടല്ലോ, കട്ടി കൂടിയ ഭാഗം, അതാണ് തീരുമാനം എടുക്കാൻ ഏറ്റവും സഹായിക്കുക. ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. ഒരു പോയിന്റ് കൂടി മനസ്സിലായാൽ നിങ്ങൾ ഇപ്പോൾ തീരുമാനം എടുക്കും. ലൈവായിട്ട് ഇപ്പോൾ നിങ്ങളെ കൊണ്ട് തീരുമാനം എടുപ്പിക്കാൻ പോവാണ്. സുഹൃത്തുക്കളെ, ഇവിടെ നിങ്ങൾക്ക് കാണാം, സങ്കല്പിക്കൂ, ഈ കാണുന്ന ചുവന്ന ക്യാൻഡിൽ അല്ല ഇപ്പൊ കാണുന്ന പച്ച ക്യാൻഡിൽ വില മുകളിലേക്ക് പോയെന്ന് സൂചിപ്പിക്കുന്നതാണല്ലോ. സങ്കല്പിക്കൂ, വൈകുന്നേരം 6 മണി മുതൽ 7 മണി വരെ എന്ന് വിചാരിക്കുക. 6 മണി മുതൽ 7 മണി വരെ. 6 മണിക്ക് സ്വർണത്തിന്റെ വില എന്ത്? ഈ ക്യാൻഡിലിന്റെ, ഈ കട്ടി കൂടിയ ക്യാൻഡിലിന്റെ താഴ്ന്ന വശത്ത്, ബോഡിയുടെ താഴ്ന്ന വശത്ത് വലതുവശത്ത് നിങ്ങൾക്ക് വില കാണാം. ഈ വലതുവശത്ത് കാണുന്ന വിലയാണ് 6 മണിക്ക് സ്വർണത്തിന്റെ വിലയായിരുന്നത്.
6 മണി മുതൽ 7 മണി വരെയാണുള്ള ഒരു ക്യാൻഡിൽ. അപ്പൊ 7 മണിക്ക് സ്വർണത്തിന്റെ വില ഏതാ? ഈ ബോഡി ഇല്ലേ, ബോഡി, അതിന്റെ അപ്പർ ഭാഗം കണ്ടോ, അതിന്റെ വലതുവശത്തൊരു വിലയുണ്ട്. അതാണ് 7 മണിക്ക് സ്വർണത്തിന്റെ വില. അപ്പോ 6 മണിക്ക് താഴ്ന്ന വില, 7 മണിക്ക് ഉയർന്ന വില. അതുകൊണ്ട് പച്ച ക്യാൻഡിൽ. അടുത്തത് 7 മണി മുതൽ 8 മണി വരെയാണ്. അപ്പൊ 7 മണിക്ക് എത്രയാണ് ഗോൾഡിന്റെ വില? ഈ ക്യാൻഡിൽ, ഈ ചുവന്ന ക്യാൻഡിലിന്റെ ബോഡി, കട്ടി കൂടിയ വശത്തിന്റെ വലതുവശത്തൊരു വിലയുണ്ട്. ആ വിലയാണ് 7 മണിക്ക് സ്വർണത്തിന്റെ വില. 8 മണിക്ക് സ്വർണത്തിന്റെ വില എത്രയാ? ഇതേ ചുവന്ന ക്യാൻഡിലിന്റെ ബോഡി, കട്ടി കൂടിയ വശത്തിന്റെ താഴ്ന്ന വശത്ത് വലതുവശത്തൊരു വിലയുണ്ട്. അതാണ് ആ മണിക്കൂറിന്റെ ലോവസ്റ്റ്, ആ മണിക്കൂറിൽ അവസാനത്തെ സമയത്തുണ്ടായിരുന്ന വില. അപ്പോൾ ഒരു മണിക്കൂറിൽ വില മുകളിലേക്ക് പോയെങ്കിൽ പച്ച നിറത്തിൽ ബോഡി കട്ടി കൂടിയത് കാണിക്കും. അപ്പൊ താഴ്ന്ന വശത്ത് വലതുവശത്ത് എന്ത് വില? അത് മണിക്കൂറിന്റെ തുടക്കത്തിലെ വില. മണിക്കൂറിന്റെ അവസാനത്തിലെ വില എന്ന് പറയുന്നത് ആ ക്യാൻഡിലിന്റെ ബോഡിയുടെ അപ്പർ ഭാഗം. ചുവന്നതാണെങ്കിൽ നേരെ തിരിച്ച്, മണിക്കൂറിന്റെ തുടക്കത്തിലെ വില ഉയർന്നത്, മണിക്കൂറിന്റെ അവസാനത്തിലെ വില താഴ്ന്നത്. ഒരു ക്യാൻഡിൽ കണ്ടാൽ നിറം കാണുമ്പോൾ തന്നെ ആ മണിക്കൂറിൽ വില മുകളിലേക്ക് പോയോ താഴേക്ക് പോകുമോ എന്ന് കണ്ടെത്താം. പിന്നെയോ ചില ക്യാൻഡിൽസ് വളരെ പൊക്കം കൂടിയതാണ്, ചിലത് പൊക്കമില്ലാത്തതാണ്, വളരെ ഷോർട്ടാണ്. എന്ത് കാര്യം? ഒരു നിശ്ചിതമായ മണിക്കൂറിൽ സ്വർണത്തിന്റെ വില വലിയ മാറ്റം വന്നാൽ വലിയ ക്യാൻഡിൽസ് ഉണ്ടാകും. നിശ്ചിതമായ മണിക്കൂറിൽ ചെറിയ വില മാറ്റമേ ഉണ്ടായുള്ളൂങ്കിൽ ചെറിയ ക്യാൻഡിൽസ് ഉണ്ടാകും. അങ്ങനെയാണ് ക്യാൻഡിലിന്റെ സൈസ് വരുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞതൊന്ന് വേഗതയിൽ പറഞ്ഞു പോവുകയാണ്, കാരണം നമ്മൾ തീരുമാനം എടുക്കാൻ പോവുകയാണ്. തീരുമാനം എടുക്കുന്ന പ്രോസസ്സിലേക്കാണ്. അതുകൊണ്ട് ഒരു റിവിഷൻ വേഗത്തിൽ. ഒരു ചാർട്ട് കിട്ടിയാൽ ആദ്യം സ്ക്രീനിന്റെ മുകളിൽ ഇടതുവശത്ത് എന്തിനെ കുറിച്ചുള്ള ചാർട്ട്. 2, സ്ക്രീനിന്റെ വലതുവശത്ത് ഈ പ്രൊഡക്റ്റിന് എന്ത് വില എന്ന് എപ്പോഴും വലതുവശത്താണ് കാണിക്കുക. 3, സ്ക്രീനിന്റെ താഴെ ഏത് ഡേറ്റിൽ ഏത് സമയത്തുള്ള വിലയാണെന്ന് സ്ക്രീനിന്റെ താഴെ കാണിച്ചിരിക്കും. 4, നമ്മൾ ഉപയോഗിക്കുന്ന ടൈം ഫ്രെയിം, ഏത് ടൈം ഫ്രെയിമിലാണ് നമ്മൾ ഇത് വായിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും കൃത്യമായി കാണിക്കുന്നു. 5, ക്യാൻഡിൽസ് 2 തരം, ചുവപ്പും പച്ചയും. പച്ചയും ചുവപ്പുമുള്ള 2 നിറത്തിലുള്ള ക്യാൻഡിൽസ്. പച്ച കൊണ്ട് അർത്ഥമാക്കുന്നത് വില മുകളിലേക്ക് പോയതിനെ കുറിച്ചും, ചുവപ്പ് കൊണ്ട് അർത്ഥമാക്കുന്നത് നിശ്ചിതമായ മണിക്കൂറിൽ വില താഴത്തേക്ക് വന്നതിനെ കുറിച്ചും. സുഹൃത്തുക്കളെ, ഇത്രയും പറഞ്ഞാൽ തീരുമാനമായോ? ഇതൊക്കെ കഴിഞ്ഞതാണ്. നമ്മൾ കണ്ടെത്തേണ്ടത് വരാനുള്ളതിനെ കുറിച്ചാണ്. ഒറ്റ റൂളേ ഉള്ളൂ, ശ്രദ്ധിച്ചോളൂ. 2 ടൂൾസ് ഞാൻ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് എന്റെ സ്ക്രീനിൽ ഒരു ചുവന്ന വര കാണാം. ഈ ചുവന്ന വരയെ മൂവിങ് ആവറേജ് 14 എന്ന ഒരു ഇൻഡിക്കേറ്റർ എന്ന് വിളിക്കുക. ഇതെങ്ങനെ സെറ്റ് ചെയ്യും? ഇതെവിടെ നിന്ന് കിട്ടി? നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ മൊബൈലിൽ ഇത് ഡൗൺലോഡ് ചെയ്യിപ്പിച്ച് പ്രാക്ടിക്കലായി ഞാൻ ക്ലാസ്സിലിരുന്ന് കൈപിടിച്ച് ചെയ്യിപ്പിക്കും പോലെ ചെയ്യിപ്പിക്കും. നിങ്ങൾ വറിയാവുകയോ വേണ്ട. ഈ ചാർട്ട് എന്റെ സ്ക്രീനിൽ കാണുന്ന മാത്രമല്ല, നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ സെറ്റ് ചെയ്യും. നിങ്ങളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും, ലൈവായിട്ട് തീരുമാനമെടുപ്പിക്കും. അപ്പൊ സുഹൃത്തുക്കളെ, ഒരു പുതിയ ക്യാൻഡിൽ, ശ്രദ്ധിക്കുക നിയമം, ഈ ചുവന്ന വരയുടെ അടിസ്ഥാനമാക്കി മൂവിങ് ആവറേജ് 14 എന്നാണ് ഇൻഡിക്കേറ്ററിന്റെ പേര്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു പച്ച ക്യാൻഡിൽ. ഞാൻ ഈ മൗസ് മൂവ് ചെയ്യുന്ന ഈ ക്യാൻഡിൽ, അതിന് മുമ്പുള്ള ക്യാൻഡിൽസിന്റെ പ്രത്യേകത ഈ ചുവന്ന വരയുടെ താഴെയാണ്. ഇതൊക്കെ ഈ ചുവന്ന വരയുടെ താഴെയാണ്. ഈ പച്ച ക്യാൻഡിൽ താഴെ നിന്ന് തുടങ്ങുകയും മുകളിലേക്ക് ക്രോസ് ചെയ്ത് പോവുകയും ചെയ്തു എന്ന് പറഞ്ഞ ഈ ക്യാൻഡിലാണ് ചുവന്ന വരയെ ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോയത്. അടുത്തത് പുതിയ ക്യാൻഡിൽ. ഈ ഒരു പുതിയ ക്യാൻഡിൽ ഈ ചുവന്ന വരയുടെ മുകളിലാണ് തുടങ്ങിയത്. ഫ്രഷ് ആയിട്ട്, ഫ്രഷ് ന്യൂ ക്യാൻഡിൽ. സി, ഒരു പുതിയ ക്യാൻഡിൽ ഈ ചുവന്ന വരയുടെ മുകളിൽ തുടങ്ങിയിരിക്കുന്നു. ഇതിന്റെ നിറം പച്ചയായാലും ചുവപ്പായാലും കുഴപ്പമില്ല. ഇത് നമ്മുടെ സബ്ജക്റ്റ് ആവരുത്, അതെന്തോ ആവട്ടെ. പക്ഷെ എപ്പോഴാണോ ഒരു പുതിയ ക്യാൻഡിൽ മൂവിങ് ആവറേജ് 14 എന്ന ഇൻഡിക്കേറ്ററിന്റെ മുകളിൽ തുറക്കുന്നത്, അവിടെ മുതൽ ട്രെൻഡ് അപ്പ് ആയിരിക്കും, നോ ഡൗട്ട്. എപ്പോഴാണോ ഒരു പുതിയ ക്യാൻഡിൽ മൂവിങ് ആവറേജ് 14 എന്ന ഈ ചുവന്ന വരയുടെ മുകളിൽ കടക്കുന്നത്, അവിടെ മുതൽ എന്ന് പറഞ്ഞാൽ ഈ ക്യാൻഡിലിന്റെ, ഈ പച്ച ക്യാൻഡിലില് ഇതിന്റെ താഴ്ന്ന വശത്ത് വലതുവശത്ത് ഒരു വിലയുണ്ടല്ലോ, ആ വില മുതൽ നമുക്ക് വാങ്ങാമെന്ന് വാങ്ങിക്കൊണ്ട് കച്ചവടം തുടങ്ങിയാൽ സ്വാഭാവികമായും വില ഇങ്ങനെ മുകളിലേക്ക് പോയി ഉയരങ്ങളിലേക്ക് പോകും തോറും നമ്മുടെ ലാഭം കൂടിക്കൊണ്ടിരിക്കും. ഒരു പുതിയ ക്യാൻഡിൽ മൂവിങ് ആവറേജ് 14 എന്ന ഇൻഡിക്കേറ്ററിന്റെ മുകളിൽ കടന്നാൽ ട്രെൻഡ് അപ്പാണ് വാങ്ങിക്കൊണ്ട് കച്ചവടം. വൈസ് വേഴ്സ ഓൾസോ. ഒരു പുതിയ ക്യാൻഡിൽ
ഇങ്ങനെ ഈ ചുവന്ന വര കടന്ന് താഴെ തുറന്നാൽ അവിടുന്ന് ട്രെൻഡ് ഡൗൺ ആണ്. അപ്പൊ എത്രത്തോളം താഴേക്ക് വരും? കുറച്ചാണോ വരിക? ഒരുപാട് താഴേക്ക് പോകുമോ? അത് കണ്ടെത്തെങ്ങനെ? അത് വരുന്നുണ്ട്. അത് ഇന്നത്തെ ടോപ്പിക്കല്ല, ഇപ്പോഴത്തെ ടോപ്പിക്കല്ല, അല്പടി കഴിഞ്ഞുള്ള ടോപ്പിക്കാണ്. സുഹൃത്തുക്കളെ, വീണ്ടും ഒരു പുതിയ ക്യാൻഡിൽ, ഫ്രഷ് ന്യൂ ബ്രാൻഡ് ന്യൂ ക്യാൻഡിൽ ചുവന്ന വരയുടെ മുകളിൽ കടന്നാൽ ട്രെൻഡ് അപ്പാണ്, വാങ്ങിക്കൊണ്ട് കച്ചവടം. ഒരെണ്ണം പുതിയത് താഴെ കടന്നാൽ ട്രെൻഡ് ഡൗൺ ആണ്, വിറ്റുകൊണ്ട് കച്ചവടം. ഇത് മാങ്ങയുടെ ഉദാഹരണം പറഞ്ഞില്ലേ? എന്താ മാങ്ങയുടെ ഉദാഹരണം? വില താഴത്തേക്ക് പോകുമെന്നേ അറിയുള്ളൂ, ആദ്യം വിൽപ്പന. വിറ്റപ്പോൾ കൂടുതൽ പൈസ കിട്ടി. ഗോൾഡ് വില താഴേക്ക് പോകുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ആദ്യം വിൽക്കുന്നു, വിറ്റപ്പോൾ കൂടുതൽ പൈസ നമുക്കായി കിട്ടി. തിരിച്ച് താഴെത്തിയപ്പോൾ കൂടുതൽ പൈസയിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് തിരിച്ചു നമ്മൾ ഗോൾഡ് വാങ്ങി, മിച്ചം വന്നത് നമ്മുടെ ലാഭം. അപ്പൊ താഴത്തേക്കാണ് പോകുന്നതെങ്കിൽ നമ്മുടെ തീരുമാനം വിറ്റുകൊണ്ട് കച്ചവടം തുടങ്ങുക, പിന്നീട് കച്ചവടം വാങ്ങിക്കൊണ്ട് അവസാനിപ്പിക്കുക. മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ വാങ്ങിക്കൊണ്ട് കച്ചവടം, ഉയർന്നെത്തുമ്പോൾ വിറ്റുകൊണ്ട് അവസാനിപ്പിക്കുക. ഈ ഒരു ഇൻഡിക്കേറ്റർ മാത്രം പോരാ, ഇതിന്റെ ഒപ്പം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് ഇച്ചിമൂക്കു കിൻകോ ഹ്യോ, പേര് കേട്ടാലും ഞെട്ടൊന്നും വേണ്ട കേട്ടോ. ഒരു ടൂളിന്റെ പേരാണ്. ക്ലൗഡ് എന്ന് ഷോർട്ട് ഫോമിൽ വിളിക്കപ്പെടുന്നു. അതിന്റെ യഥാർത്ഥ പേര് ഇച്ചിമൂക്കു കിൻകോ ഹ്യോ എന്നാണ്. ഞാൻ സ്ക്രീനിൽ ഒരു സെറ്റിംഗ്സ് കൂടി ഒന്ന് ചെയ്തോട്ടെ സുഹൃത്തുക്കളെ. നിങ്ങൾക്കത് കൃത്യമായി കാണാൻ പറ്റുന്ന രീതിയിൽ, ആവശ്യമുള്ള രീതിയിൽ, മനസ്സിലാക്കി പോകാൻ പറ്റുന്ന രീതിയിൽ അതിന്റെ വിഷൻ ഒന്ന് സെറ്റ് ചെയ്തോട്ടെ. ഇപ്പൊ നോക്കൂ സുഹൃത്തുക്കളെ, ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ക്യാൻഡിൽ, ആ ഒരു മൂവിങ് ആവറേജ് എന്ന ടൂൾ അല്ലാതെ നിങ്ങളുടെ സ്ക്രീനിൽ ഒരു കട്ടി കൂടിയ ടൂൾ കാണാം. ഒരു പച്ച ഷെയ്ഡും ചുവന്ന ഷെയ്ഡും ഒക്കെ ആയിട്ട് ഒരു ഇൻഡിക്കേറ്റർ നിങ്ങൾ കാണാം. നോക്കൂ, ഇതിന്റെ പ്രത്യേകത നോക്കൂ. ലാസ്റ്റ് നിൽക്കുന്ന ക്യാൻഡിലിനേക്കാളും മുൻപോട്ട് ഫോം ചെയ്തിരിക്കുന്നു ഇച്ചിമൂക്കു അല്ലെങ്കിൽ ക്ലൗഡ് എന്ന ടൂള്. നോക്കൂ, ഇനി എന്താണ് നിങ്ങൾ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ട റൂള്? ശ്രദ്ധിച്ചോളൂ. ക്യാൻഡിൽസ് ക്ലൗഡിന്റെ അകത്തുള്ളപ്പോൾ, ഇത് കണ്ടോ, ഇത് ഈ പച്ച ഷെയ്ഡിന്റെ അകത്താണ് ക്യാൻഡിൽസ് എല്ലാം ഉള്ളത്. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ തീരുമാനം എടുക്കില്ല. വില എങ്ങോട്ട് പോകും, മുകളിൽ പോകുമോ താഴെ പോകുമെന്ന് അറിയില്ല എന്ന്. പിന്നെ എപ്പോഴാ തീരുമാനം എടുക്കേണ്ടത്? അങ്ങനെ ക്യാൻഡിൽ ക്ലൗഡിനകത്ത് കയറി അതിനുശേഷം മുകളിലേക്ക് പുറത്തിറങ്ങി എന്ന് വിചാരിക്കുക. ഒരു പുതിയ ക്യാൻഡിൽ, ബ്രാൻഡ് ന്യൂ ക്യാൻഡിൽ പുറത്തിറങ്ങി. നോക്കൂ, ഈ കാണുന്ന പച്ച ക്യാൻഡിൽ തുടങ്ങിയത് ഇവിടെ അകത്തുനിന്നാണ്, പുറത്തിറങ്ങി. ഈ കാണുന്ന ചുവപ്പോ, ഇത് ഫ്രഷായി പുതിയതായി മുകളിൽ തുടങ്ങിയതാണ്. എപ്പോഴാണ് ഒരു പുതിയ ക്യാൻഡിൽ ഈ ഇച്ചിമൂക്കു അല്ലെങ്കിൽ ക്ലൗഡിന്റെ മുകളിൽ തുറക്കുന്നത്, അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് കച്ചവടം തുടങ്ങിയാലോ ഗ്രാജുവലി വില മുകളിലേക്ക് പോയി അങ്ങ് മുകളിലേക്ക് പൊക്കോളും, ലാഭം കിട്ടും. വൈസ് വേഴ്സ ഓൾസോ. എങ്ങനെ? ഒരു ക്യാൻഡിൽ ഇച്ചിമൂക്കു അല്ലെങ്കിൽ ക്ലൗഡ് എന്നിന്റെ താഴത്തേക്ക് കടന്നാൽ താഴത്തേക്ക് പോരണം. ഏതെങ്കിലും സിറ്റുവേഷനിൽ തിരിച്ചു കയറിയിട്ടുണ്ട് ഇല്ല എന്നല്ല, ഒരിക്കലും റിവേഴ്സ് പോയിട്ടില്ല എന്നല്ല, അത് മുൻകൂട്ടി കാണാൻ പറ്റും. ഏത് സാഹചര്യമാണ് നമ്മൾ തിരിച്ചു കയറിപ്പോയേക്കാൻ സാധ്യതയുള്ളതെന്ന് മുൻകൂട്ടി കണ്ടെത്താൻ പറ്റും. അതാണ് പ്രത്യേകത. പക്ഷേ പ്രത്യേകത എന്താ? ഓവറോൾ ഒരു പ്രാവശ്യം ഒരു വശത്തേക്ക് കടന്നാൽ അതങ്ങനെ ദിശയിലേക്ക് മുകളിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയും സ്വാഭാവികമായും അത് ലോങ് ടേം ലാഭം ഉണ്ടാക്കി തരികയും ചെയ്യും. അത് മുൻകൂട്ടി കണ്ടെത്താൻ പറ്റും. സുഹൃത്തുക്കളെ, ഇതിൽ ഒരുപാട് കോംപ്ലക്സ് ആയ റൂൾസ് ഒന്നുമില്ല, നിസ്സാരമായ റൂള്. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളെ കൊണ്ട് ഞാൻ തീരുമാനം എടുപ്പിക്കാൻ പോവാണ് മൂവിങ് ആവറേജിനെ അടിസ്ഥാനമാക്കി. സുഹൃത്തുക്കളെ, റൂൾ നിങ്ങൾക്ക് മനസ്സിലായി. ഒരു പുതിയ ക്യാൻഡിൽ മൂവിങ് ആവറേജിന്റെ 40ന്റെ മുകളിൽ കടന്നാൽ ട്രെൻഡ് അപ്പ് എന്നും, ഒരെണ്ണം താഴെ കടന്നാൽ ട്രെൻഡ് ഡൗൺ എന്നുമാണ്. നിങ്ങൾ മുൻപ് കണ്ടിട്ടില്ലാത്ത ഒരു സ്ക്രീൻ വെച്ചുകൊണ്ട് ഞാൻ ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ പോവുകയാണ്. എല്ലാവരും ഒരുമിച്ച് നിങ്ങളുടെ മനസ്സിൽ കിട്ടിയ ആശയത്തിന് അടിസ്ഥാനമാക്കി ഉത്തരം പറയണം സുഹൃത്തുക്കളെ. നിങ്ങളോട് തൊട്ടു മുമ്പ് ഞാൻ പറഞ്ഞ നിയമപ്രകാരം ഒരു പുതിയ ക്യാൻഡിൽ മുകളിൽ നിന്ന് ചുവന്ന വരെ ക്രോസ് ചെയ്ത് താഴെ വരികയും അതിനുശേഷം പുതിയൊരു ക്യാൻഡിൽ ചുവന്ന വരെ താഴെ കിടക്കുകയും ചെയ്താൽ ട്രെൻഡ് ഡൗൺ ആണെന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ വിറ്റുകൊണ്ട് കച്ചവടം. നിങ്ങൾ ഒരു ദിവസം കച്ചവടം ചെയ്യാൻ ഗോൾഡിന്റെ ബിസിനസ് മാർക്കറ്റിൽ വന്നു. അന്ന് കണ്ടപ്പോൾ തന്നെ ആദ്യം കണ്ട ചിത്രം ഒരു പുതിയ ക്യാൻഡിൽ ഈ ചുവന്ന വരയുടെ താഴെ കടന്നേക്കുന്നു. ഇതാണ് നിങ്ങൾ കണ്ടതെന്ന് വിചാരിക്കുക. ഇങ്ങനെ നിങ്ങൾ കണ്ടാൽ സുഹൃത്തുക്കളെ, ചോദ്യം നിങ്ങളോടാണ്. എല്ലാവരും ഒരുമിച്ച് ഉത്തരം പറയണം. ഇങ്ങനെ ഒരു സാഹചര്യം കണ്ടാൽ നിങ്ങൾ വിറ്റുകൊണ്ട് കച്ചവടം ചെയ്തുവോ വാങ്ങിക്കൊണ്ട് കച്ചവടം ചെയ്യുമോ? നേരത്തെ മാങ്ങയുടെ ഉദാഹരണം ഉൾപ്പെടെ പറഞ്ഞു. നിങ്ങളിപ്പോൾ കണ്ട ചിത്രം ഒരു പുതിയ ക്യാൻഡിൽ, ഈ മൂവിങ് ആവറേജ് എന്ന ക്യാൻഡിൽ ഇതിന്റെ വരയുടെ താഴെ പുതിയതായിട്ട് തുറന്നു.
ഒരു ദിവസം കച്ചവടത്തിന് വന്നു, നിങ്ങൾ ടൂൾ നോക്കി, ആ നോക്കിയ സെക്കൻഡിൽ കണ്ടത് പുതിയൊരു ക്യാൻഡിൽ താഴെ തുറന്നു. ഇങ്ങനെ കണ്ടാൽ നിങ്ങൾ വിറ്റുകൊണ്ട് കച്ചവടം ചെയ്യുമോ, വാങ്ങിക്കൊണ്ട്? സെൽ ഓർ ബൈ? ഹലോ, സെൽ, വിറ്റുകൊണ്ട് കച്ചവടം. സുഹൃത്തുക്കളെ, നിങ്ങൾ ഇതിപ്പോ പറഞ്ഞതുണ്ടല്ലോ, എന്താ നിങ്ങൾ ചെയ്ത പ്രവൃത്തി എന്നറിയോ? നിങ്ങൾ ഫോർകാസ്റ്റ് ചെയ്തത്, നിങ്ങൾ മുൻകൂട്ടി പ്രവചിക്കുക ചെയ്തത്. വരാൻ പോകുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ കണ്ടാൽ ഇതാണ് നിങ്ങൾ ചെയ്യാന്ന് നിങ്ങൾ പറയുന്നത്. എന്ന് പറഞ്ഞാല് സാധാരണഗതിയിൽ സാമ്പത്തിക വിദഗ്ധന്മാർ ചെയ്യുന്നതെന്തോ അത് തന്നെയാണ്. എന്റെ ചോദ്യം നിങ്ങളോടാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ സാമ്പത്തിക വിദഗ്ധനാണോ സാധാരണക്കാരാണോ? ഹലോ, നിങ്ങൾ സാമ്പത്തിക വിദഗ്ധനാണോ സാധാരണക്കാരാണോ? ഹലോ, സാധാരണക്കാരനാണ്. അപ്പൊ ഈ സാധാരണക്കാരനും സാമ്പത്തിക വിദഗ്ധനും തമ്മിലുള്ള വ്യത്യാസം എന്താ സുഹൃത്തെ? സാധാരണക്കാരനും സാമ്പത്തിക വിദഗ്ധനും തമ്മിൽ ഒരൊറ്റ വ്യത്യാസമുള്ളൂ. എന്താ അറിയോ? ഒരാള് എന്ത് ടൂൾ ഉപയോഗിച്ച് ഇത് തീരുമാനം എടുക്കണമെന്ന് അറിയാം, മറ്റൊരാൾക്കറിയില്ല. സങ്കല്പിക്കൂ, ഞാനിപ്പോ നിങ്ങൾക്ക് ഇതിന്റെ നിയമം ഒന്നും പറഞ്ഞു തരുന്നില്ല. നിയമമൊന്നും പറഞ്ഞു തരാതെ ഞാൻ പറയാണ്, ഞാൻ ഈ ടൂളൊക്കെ ഉപയോഗിച്ച് വ്യത്യസ്തമായ പല സംവിധാനങ്ങൾക്ക് ഉപയോഗിച്ച് ഞാൻ കണ്ടെത്തി വില മുകളിലേക്ക് പോകുന്നു തിരിച്ചറിഞ്ഞു. ഞാൻ നിങ്ങളുടെ പറയാണ്, നാളെ സ്വർണത്തിന്റെ വില മുകളിൽ പോകും. കാര്യം എങ്ങനെ ഞാൻ കണ്ടെത്തി പറഞ്ഞു തരുന്നില്ല. പിറ്റേ ദിവസം നോക്കിയപ്പോ ശരിക്കും ഗോൾഡിന്റെ വില മുകളിൽ പോയി. നിങ്ങൾ അത്ഭുതപ്പെടും. അമ്പമ്പോ, ഇയാളൊരു സംഭവാട്ടോ, പറഞ്ഞതുപോലെ വില മുകളിലേക്ക് പോയി. പിറ്റേ ദിവസം വില താഴേക്ക് വരുമെന്ന് എനിക്ക് ഇൻഡിക്കേറ്റർ വരെ മനസ്സിലായി, താഴേക്ക് പോകുന്നു. ഞാൻ നിങ്ങളുടെ ഒന്ന് പറയാണ്, നാളെ സ്വർണത്തിന്റെ വില താഴേക്ക് പോകും. അന്ന് നോക്കിയപ്പോ കൃത്യം താഴേക്ക്. നിങ്ങൾക്ക് പിന്നെ എന്നോട് ആരാധനയായിരിക്കും. എന്തേ, ഇയാള് പറഞ്ഞ കൃത്യമാണ്, ഒന്നും തെറ്റിപ്പോവില്ല. സുഹൃത്തുക്കളെ, അങ്ങനെയെങ്കിൽ നിങ്ങളും സാമ്പത്തിക വിദഗ്ധരാണ്. ഈ റൂളം കിട്ടി നിങ്ങളുടെ മൊബൈലിൽ സാൻബോ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ നോക്കിയാലും അത് തന്നെ കാണുക, ഞാൻ നോക്കിയാലും അത് കാണുക, വേറെ എക്സ്പെർട്ട് നോക്കിയാൽ കാണുന്നതാണ്, ആര് നോക്കിയാലും അന്നേ കാണൂ. അത് ഡ്രൈവിംഗ് പഠിക്കാൻ പോകുമ്പോൾ വ്യത്യസ്തമായ സിഗ്നൽസിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ ഇടതുവശത്തേക്ക് ഒരു വളവിട്ടിട്ട് ഇത് ഒരു ചിഹ്നം കാണിച്ചാൽ ഇടതുവശത്തേക്ക് ആ റോഡ് തിരിയുന്ന അർത്ഥം ഒന്ന് പഠിപ്പിച്ചു തരും. പിന്നെ റോഡിൽ എവിടെ ഇടതുവശത്തേക്ക് ആ സിഗ്നൽ കണ്ടാൽ അറിയാൻ പറ്റും ഇങ്ങോട്ടേക്കാണ് വളവെന്ന്. തനിയെ നമ്മൾ വാഹനം അങ്ങോട്ട് ഓടിക്കും. കാരണം അതൊരു റിഫ്ലക്സ് ആണത്. ആശയം കിട്ടിയാൽ ഇന്നതാണ് കാര്യം എന്ന് അറിഞ്ഞാൽ നമ്മളുടെ മനസ്സ് പ്രവർത്തിക്കുന്ന ഒരു റിഫ്ലക്സ് പരിപാടിയാണത്. ഇത്ര തന്നെയാണല്ലോ കാര്യം. ഇതിൽ റോക്കറ്റ് സയൻസ് അല്ല. പിന്നെ ഒരു കാര്യം നിർബന്ധം കേട്ടോ, ഏറ്റവും പ്രധാനപ്പെട്ട റൂള്, ഇന്നത്തെ ട്രെയിനിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റൂള്, ഒരു കാരണവശാലും 5 മിനിറ്റിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ പാടില്ല. എപ്പോഴാണ് ഈ ക്യാൻഡിൽ തുറക്കുക? ഫുൾ ടൈം നോക്കിയിരിക്കണ്ടേ? പുതിയ ക്യാൻഡിൽ തുറക്കുന്നത് എത്രയാണെന്ന് അറിയോ? പാടില്ല എന്ന്. ഒരു ദിവസം 5 മിനിറ്റിൽ കൂടുതൽ സമയം നിങ്ങൾ ചെലവഴിക്കാനേ പാടില്ല. നിങ്ങൾ ആരെങ്കിലും 5 മിനിറ്റിൽ കൂടുതൽ ഞങ്ങൾ പഠിപ്പിച്ചു തരുന്ന ഈ ചാർട്ടിംഗ് സംവിധാനം ഉപയോഗിച്ച് തീരുമാനമെടുക്കാൻ തീരുമാനിച്ചാൽ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റുകയുള്ളൂ. എന്നാൽ 5 മിനിറ്റിൽ താഴെയാണ് നിങ്ങൾ സമയം ചെലവഴിക്കുന്നത് ഉറപ്പിച്ചോളൂ, 100ൽ 100% ഉറപ്പിച്ചോളൂ, നിങ്ങൾ ലാഭത്തിലേ അവസാനിക്കുള്ളൂ. അതാണ് അതിന്റെ പ്രത്യേകത. വില എങ്ങോട്ടോ പൊക്കോട്ടെ, മുകളിലേക്ക് പൊക്കോട്ടെ, താഴേക്ക് പൊക്കോട്ടെ, എന്തായാലും നിങ്ങൾക്ക് ആഘോഷിക്കാം. പക്ഷേ 5 മിനിറ്റിൽ താഴെ മാത്രമേ ചെലവഴിക്കാൻ പാടുള്ളൂ എന്ന് നിർബന്ധമായും നിങ്ങൾ പാലിച്ചിരിക്കണം. അത് കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. അതാണ് ഈ ക്ലാസ്സിലെ ഏറ്റവും വലിയ റൂള്. സുഹൃത്തുക്കളെ, നിങ്ങൾ ഭാവിയിൽ ഏത് കച്ചവടം, സ്റ്റോക്ക് മാർക്കറ്റിലാണോ, കമ്മോഡിറ്റി ആണോ, ക്രിപ്റ്റോ ആണോ, ഇന്ത്യൻ മാർക്കറ്റ് ആണോ, യൂറോപ്യൻ മാർക്കറ്റ് ആണോ, US മാർക്കറ്റ് ആണോ, മിഡിൽ ഈസ്റ്റ് മാർക്കറ്റ് ആണോ, മാനുഫാക്ചറിങ് ആണോ, സർവീസ് ഇൻഡസ്ട്രി ആണോ, ഇതൊന്നും ഞാൻ ചോദിക്കാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം അത് എന്റെ സബ്ജക്റ്റ് അല്ലല്ലോ. എന്റെ സബ്ജക്റ്റ്, നിങ്ങൾ എന്ത് കച്ചവടം ചെയ്താലും അതിന്റെ വില മുകളിലേക്ക് പോകുമോ താഴത്തേക്ക് പോകുമോ എന്ന് മുൻകൂട്ടി കണ്ടെത്തുന്നത് എങ്ങനെയെന്ന് 100% ഉറപ്പിക്കുക. ഇത്രേ ഭാഗമുള്ളൂ. എവിടെ നിങ്ങൾ ഉപയോഗിച്ചോളൂ. തുടർച്ചയായി 10 ദിവസം നിന്ന് നിൽക്കുന്ന വർക്ക്ഷോപ്പ് തീർത്തും സൗജന്യമായി. സൗജന്യമായോ? എന്തായാലും ഫീസ് ഉണ്ടാവില്ലേ? ഒന്നുമില്ല. പക്ഷെ ഒരു ഫീസ് ഉണ്ട്. ആ ഫീസ് എന്ന് പറഞ്ഞാൽ കൃത്യസമയത്ത് ജോയിൻ ചെയ്യുന്നതാണ്. സുഹൃത്തുക്കളെ, നാളെയും രാത്രി 10:30 സെഷനുണ്ട്, വൈകുന്നേരം 7:30 സെഷനുണ്ട്. രണ്ടും ഒന്ന് തന്നെയാണ്. എല്ലാ ദിവസവും വൈകുന്നേരം 7:30 10:30 ഏത് സെഷനും കയറാം. രണ്ടും കയറാം, സെയിം ആണ്. ഈ സെഷൻ റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ, ഈ റെക്കോർഡ് ചെയ്യുന്ന സെഷന്റെ പ്ലേ ബാക്ക് ഒരിക്കൽ കൂടി കേൾക്കണം. റിവിഷൻ നടത്തണമെങ്കിൽ പിറ്റേ ദിവസങ്ങളിൽ 11:30 വൈകുന്നേരം 4 മണിക്കും. ഓരോ ദിവസത്തെ ക്ലാസിന്റെ റെക്കോർഡഡ് വേർഷൻ പിറ്റേ ദിവസം രാവിലെ 11:30 4 മണിക്കും ഉണ്ടാകും.
അത് അവരവർക്ക് റിവിഷൻ ആവശ്യമുണ്ടെങ്കിൽ കേട്ടുപോകാം. തീർത്തും സൗജന്യമായി നടത്തുന്ന പ്രോഗ്രാമിൽ ഞങ്ങൾക്ക് ലക്ഷ്യങ്ങളുടെ ലാഭമാണ്. 5 പൈസ വാങ്ങുന്നില്ല, പക്ഷെ ഭയങ്കര ലാഭമാണ്. നിങ്ങൾക്കോ അതിനേക്കാൾ ഭയങ്കര ലാഭം. എന്താണ് നിങ്ങളുടെ ലാഭം? സുഹൃത്തുക്കളെ, ട്രെയിനിങ്ങിന്റെ അവസാനത്തിൽ നിങ്ങളെല്ലാവരും ഏകസ്വരത്തിൽ പറയാൻ പോകുന്ന കാര്യം ഞാൻ പറയാം. സ്വപ്നതുല്യമായ ഒരു ട്രെയിനിങ് പ്രോഗ്രാം. നിങ്ങൾ ഇന്ന് ഇന്ത്യ രാജ്യത്ത് എവിടെ പോയി എത്ര ഫീസ് കൊടുത്താലും കിട്ടില്ല എന്ന് ഉറപ്പുള്ള ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന പ്രോഗ്രാം. എവിടെ പോയി നിങ്ങൾ എത്ര ഫീസ് കൊടുത്താലും കിട്ടില്ല നിങ്ങൾ ഉറപ്പിച്ചോളൂ. അത് നിങ്ങൾ എല്ലാവരും ഏകസ്വരത്തിൽ പറയുകയും ചെയ്യും. ശനിയെന്നോ ഞായറാഴ്ചയെന്നോ വ്യത്യാസമില്ലാതെ തുടർച്ചയായി 10 ദിവസമാണ് സെഷൻ. അതുകൊണ്ട് കൃത്യസമയത്ത് പങ്കെടുക്കുക എന്നത് മാത്രമാണ് ഇതിന്റെ ഫീസ്. ഒരു ദിവസം മിസ്സാകരുത്. ഒരു ദിവസം പോയി മിസ്സായിട്ട് ഇത് 5 മിനിറ്റ് മിസ്സായാൽ പോലും നിങ്ങൾക്ക് തുടർച്ച കിട്ടില്ല. സമയത്ത് പങ്കെടുക്കുക. നേരത്തെ അലാം സെറ്റ് ചെയ്യുക. സമയം ഇത്ര മണിക്കാണ്, വൈകുന്നേരം 7:30, രാത്രി 10:30, ഏത് സെഷൻ പങ്കെടുക്കാം. പ്രാക്ടിക്കൽ ചെയ്തു പോകുന്നതാണ്. ഇന്ന് ഈ ചാർട്ട് സംവിധാനം നിങ്ങളുടെ മൊബൈൽ ഡൗൺലോഡ് ചെയ്യണം. നാളെ ക്ലാസ്സിന് മുന്നോടിയായി നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുവരണം. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. കൃത്യമായതിന്റെ പേരും കൃത്യമായ ഡീറ്റെയിൽ ഒക്കെ വെച്ചുകൊണ്ട് ഞാൻ അയച്ചു തരും. സുഹൃത്തുക്കളെ, സ്ക്രീനിൽ കാണുന്ന നമ്പർ നിങ്ങൾ സേവ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ പേരും സ്ഥലവും അയക്കണം. എൻ്റെ പേര് ജോർജ് എന്നാണ്. കോളിൻസ് എന്ന് സേവ് ചെയ്യാം. COLLINS കോളിൻസ് എന്ന് സേവ് ചെയ്യാം. ഒരേ പേരിൽ സ്ഥാപനത്തിൽ വ്യത്യസ്തമായ ആളുകൾ ഉള്ളതുകൊണ്ട് നിങ്ങൾ കോളിൻസ് എന്ന് സേവ് ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ പേരും സ്ഥലവും മെസ്സേജ് അയക്കുക. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് ആവട്ടെ, കൊമോഡിറ്റി ആവട്ടെ, ക്രിപ്റ്റോ ആവട്ടെ, മാനുഫാക്ചറിങ് ആവട്ടെ, സർവീസ് ഇൻഡസ്ട്രി ആവട്ടെ, എക്സ്പോർട്ട് ഇമ്പോർട്ട് ആവട്ടെ, എന്തുമാവട്ടെ, നിങ്ങളുടെ കച്ചവടത്തിൽ ഇനി അതൊന്നും ഒരു കച്ചവടം ഇല്ല. സ്വന്തം ജീവിതത്തിൽ വരാൻ പോകുന്ന എക്സ്പെൻഡിച്ചറിനെ കുറിച്ച്, ജീവിതത്തിലെ ക്രമങ്ങൾ എങ്ങനെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതിൽ കൃത്യമായി നിങ്ങൾ പ്ലാൻ ചെയ്തു പോകുന്ന വർക്ക്ഷോപ്പ്. എന്താണ് ഞങ്ങളുടെ ലാഭം? സുഹൃത്തുക്കളെ, വെൽത്ത് വേ നടത്തുന്ന പല ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു. മെഡിക്കേറ്റ് വെൽത്ത് എന്ന ഈ പ്രോഗ്രാമിന്റെ ഈ സീക്വൻസ്, ഇപ്പോഴത്തെ സീക്വൻസ് ഫീസ് ഒന്നുമില്ലാതെ നടക്കുന്നതാണ്. പക്ഷെ എന്ന് പറഞ്ഞ് വെൽത്ത് വേ നടത്തുന്ന എല്ലാ പ്രോഗ്രാമുകളും ഫീസ് ഒന്നും ഇല്ലാതെ ഒന്നല്ല. പല പ്രോഗ്രാമുകളും ഫീസുകൾ നടത്തുന്നുണ്ട്. അതിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ടുണ്ട്. ഈ ശനിയാഴ്ച, വരാൻ പോകുന്ന ശനിയാഴ്ച, എക്സ്ക്ലൂസീവ്ലി ഡോക്ടേഴ്സിന് മാത്രമുള്ള പ്രോഗ്രാമാണ്. ഡോക്ടേഴ്സിന്റെ മേഖലയിൽ അവർക്ക് അവരുടെ രീതിയിൽ വളർച്ചയാണ്. കൂടുതൽ പേഷ്യൻസ്, കൂടുതൽ വരുമാനം, മറ്റു കാര്യങ്ങൾ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട ട്രെയിനിങ്. അത് മാനുഫാക്ചറിംഗ് രംഗത്തുള്ളവർക്കുണ്ട്, പല രംഗത്തുള്ളവർക്കുണ്ട്. അതൊക്കെ ഫീസുള്ള പ്രോഗ്രാംസ് ഉണ്ട്. അതിന് ഞങ്ങൾക്ക് ഫീസ് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഫ്രീ പ്രോഗ്രാം നടത്തുമ്പോൾ ഗുണം എന്താ? പൊതുസമൂഹത്തിലേക്ക് ഞങ്ങൾ പുതിയതാണ്. 2020 വരെ കോർപ്പറേറ്റ് രംഗത്ത് മാത്രമേ ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു നിഷ് സെഗ്മെന്റ് ഓഫ് കസ്റ്റമേഴ്സ് ഞങ്ങളുടേത്. ഒരുപാട് പബ്ലിക്കിലേക്ക് പോകേണ്ട കാര്യമുള്ളതല്ല. റീറ്റെയിൽ രംഗത്തെത്തിയപ്പോഴോ അതുകൊണ്ട് ഞങ്ങൾ ആരും അറിയില്ല. പൊതുസമൂഹത്തിലേക്ക് എത്തണമെങ്കിലോ ആളറിഞ്ഞേ പറ്റുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ച് പബ്ലിസിറ്റിയാണ്. ഇവരുടെ പബ്ലിസിറ്റിക്ക് ഉപയോഗിക്കാണ്. അല്ല സുഹൃത്തുക്കളെ, സ്വപ്നതുല്യമായ ഒരു പ്രോഗ്രാം. നിങ്ങൾക്ക് ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത അത്ര ക്വാളിറ്റി മെയിൻ ചെയ്ത പ്രോഗ്രാം. പിന്നെയോ ഞങ്ങൾക്ക് വേറെ എന്താ ഗുണം? ഇപ്പോൾ ഫ്രീ പ്രോഗ്രാമിൽ കൂടി പോകുന്ന പലരുമായിരിക്കും ഭാവിയിൽ ചിലപ്പോൾ അവർ വേറൊരു ബിസിനസ് സംരംഭം തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടെ കൺസൾട്ടേഷൻ ആവശ്യം, നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്ക് പോകണം, ഞങ്ങളുടെ സർവീസ് എടുക്കുമായിരിക്കും. അപ്പൊ നിങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ ആ കാലഘട്ടത്തിൽ ഫീസ് തരുമെങ്കിൽ അത് ഞങ്ങൾക്ക് വരുമാനമാണ്. ഞങ്ങൾ ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നു. ലക്ഷങ്ങൾ പരസ്യത്തിന് മുടക്കുന്നതിന് പകരം കൃത്യമായി ഞങ്ങളത് സമൂഹത്തിൽ അത് ഉറപ്പിക്കുന്ന സംവിധാനത്തിൽ കൂടി പോവുകയും ചെയ്യുന്നു. വിൻ വിൻ സിറ്റുവേഷൻ എന്ന് പറയും. സുഹൃത്തുക്കളെ, കൃത്യസമയത്ത് ട്രെയിനിങ് പങ്കെടുത്തുകൊണ്ട് വളരെ വിജയകരമായി ഒരു കച്ചവടം തുടങ്ങാതിരിക്കാനുള്ള തീരുമാനം ഉൾപ്പെടെ ചിലപ്പോൾ എടുത്തേക്കാം നിങ്ങൾ. ഇത് എല്ലാവരും കോടീശ്വരന്മാരാകും ഈ പ്രോഗ്രാം പങ്കെടുത്താൽ എന്നല്ല ഇതിന്റെ വാഗ്ദാനം. ഒരു പക്ഷേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് വേണ്ട എന്ന് തീരുമാനിക്കാൻ ഈ പ്രോഗ്രാം സഹായിക്കും. ശരിയായ തീരുമാനം എടുക്കുക എന്നാണ് പോളിസി. അതിനു വേണ്ട ചിട്ട എല്ലാവരും ഭംഗിയായി നിറവേറ്റണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, അത് കൃത്യസമയത്ത് പങ്കെടുക്കുക എന്നതാണ് ആ ഉത്തരവാദിത്വം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, നോട്ട്സ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരും സ്ഥലവും, ഇത് ചാർട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള സിസ്റ്റം ഒക്കെ നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങൾ ഇപ്പോൾ തന്നെ അയക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, കഴിഞ്ഞ 1 മണിക്കൂർ സഹകരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും വെൽത്ത് വേ ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങളുടെയും പേരിൽ ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട്, ഇന്നത്തെ സെഷൻ ഇന്ററാക്റ്റീവ് സെഷൻ അല്ല, വൺ സൈഡായി ഞാൻ പറഞ്ഞു പോവുക ചെയ്യുന്നത്. നാളെ മുതൽ ഓരോ സെഷന്റെ അവസാനത്തിൽ ഇന്ററാക്റ്റീവ് സെഷനാണ് മുൻപോട്ട് പോകുന്നത് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും